അതായത് കേരളത്തിൽ ഇപ്പോൾ ഈ വിലവർധന എന്ന് പറയുന്നത് ആളുകൾ അതിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഈ വിലക്കയറ്റം എന്ന് പറഞ്ഞ് സമരം ചെയ്യണമെന്നുള്ള ഒരു ചിന്ത പോലും മലയാളിയുടെ മനസ്സിൽ ഇപ്പോൾ ഇല്ല. കാരണം ഇത് എന്തൊക്കെ ചെയ്താലും ഇത് അനിവാര്യമാണ്. ആര് ഭരിച്ചാലും ഏത് ഗവൺമെന്റ് വന്നാലും അത് തുടർഭരണമാണെങ്കിലും അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഓരോരോ വർധനവും വരുമ്പോൾ നമ്മൾക്ക് വ്യക്തിപരമായി പ്രതിഷേധിക്കാമെന്നല്ലാതെ പരിഹാരമില്ല എന്നുള്ളൊരു തീരുമാനം വന്നു. അതുകൊണ്ടാണ് നേരത്തെ അഭിജിത് ജയൻ ആ ചായ തയ്യാറാക്കുന്ന സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ഒരു പരാതിയില്ല, അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ആൾക്ക് സന്തോഷമാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ വിരോധിച്ചിട്ടോ പ്രതികരിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ ഒരു പറയാനോ ഇല്ല എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഈ വർഷം ഇതിപ്പോ ജൂണാണ്, 6 മാസമാണ്. 6 മാസത്തിനിടയിൽ എനിക്ക് തോന്നുന്ന എല്ലാ ഇംഗ്ലീഷ് മാസവും 1-ാം തീയതിയാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്. അത് കൃത്യമായി ടൈം ടേബിൾ ഉള്ള വർധനവ്. പിന്നെ അല്ലാതെയുള്ള വർധനവ് വേറെ ഉണ്ട്. 5 ദിവസത്തിനുള്ളിൽ പെട്രോൾ ഡീസലിന് 3 തവണ വില വർദ്ധിപ്പിച്ചിട്ട് ഒരു പ്രശ്നവും ഉണ്ടാകാത്ത ഒരു നാട്ടിന്റെ പേരാണ് ഇന്ത്യയെന്നും കേരളമെന്നും പറയുന്നത്. ഇന്നിപ്പോ നോക്കൂ, ഈ പാലിന് 1 ലിറ്ററിന് 4 രൂപ, ഒരു കവറിന് 2 രൂപ. ഗ്യാസ് 19 കിലോയ്ക്ക് 42 മുതൽ 50 വരെ. അപ്പൊ 1 കിലോയ്ക്ക് കുറഞ്ഞത് 2000 രൂപ. ഇനി മറ്റൊന്നും കൂടിയുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ലിൽ ഈ മാസം മുതൽ ഒരു യൂണിറ്റിന് 4 പൈസ സർചാർജും കൂട്ടിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ പുറത്തു നിന്നും കറണ്ട് വാങ്ങിയതിന് വന്ന നഷ്ടം ഈ മഴക്കാലത്ത് ജൂൺ മാസത്തിൽ പാവപ്പെട്ട ഉപഭോക്താക്കൾ കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ എവിടെ കൂടെ എന്ത് പോയി കഴിഞ്ഞാലും നമ്മള് ഈ പൈസ കൊടുക്കണം. വർധനവ് എനിക്ക് ഇല്ല, ഒരു സിനിമയില് ദിലീപ് നെ കുറിച്ച് പറയുന്ന ഒരു വരി സാന്ദർഭികമായി ഓർമ്മ വരികയാണ്. ഇവൻ എവിടെ തൊട്ടാലും പൈസ പോകുമല്ലോ, ഇല്ല STD ബൂത്തിൽ കയറി എന്തോ ഞെക്കിയപ്പം ബില്ലടിച്ചു വന്നതുപോലെയാ. വെറുതെ ഇരുന്നാലും എല്ലാ ദിവസവും വർധനവുകൾ പല പല രൂപത്തിൽ വരികയാണ്. ഇത് ഇപ്പൊ നമുക്ക് യുദ്ധം കൊണ്ടാണെന്ന് പറയാം. ഈ യുദ്ധം കൊണ്ടാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞതിനൊരു ന്യായീകരണമുണ്ട്. ഇവിടെ ക്രൂഡ് ഓയിലിന്റെ വില 100-ൽ താഴെ വന്നു, $91 നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വർദ്ധിപ്പിക്കുക. ഇനി ഷോർട്ടേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഷോർട്ടേജ് ഇല്ല. ഷോർട്ടേജ് ഉണ്ടെങ്കിൽ വില വർദ്ധിക്കുന്നതിന് ന്യായീകരണമുണ്ട്. അപ്പൊ ഷോർട്ടേജ് ഇല്ല. അതേപോലെ ക്രൂഡ് ഓയിലിന്റെ വില അവിടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ കുറയുന്നു. എന്നിട്ടും ഇവിടെ ഇതൊരു ചടങ്ങായി, ഇവിടെ ആരും പ്രതിഷേധിക്കില്ല, പൈസ കൊടുത്തിട്ട് പോകും എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് കൃത്യമായി എല്ലാ മാസവും 42-ഉം 50-ഉം രൂപ വെച്ച് ഇങ്ങനെ പിടിയുകയാണ്. ഇത് എവിടെ വരെ പോയി നിൽക്കും എന്നുള്ളതാണ് നമ്മൾക്ക് ഇനി അറിയേണ്ടത്. ഈ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് ഉറപ്പാണ്. ഇനി മറ്റൊന്നെന്താ, ഈ ആഹാരം അതിപ്പോ അവരവരുടെ വീട്ടിൽ വെച്ച് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്തു നിന്ന് കഴിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ആ സാഹചര്യമുള്ള നമ്മളൊക്കെ ഹോട്ടലിൽ ചെന്നാൽ ഇപ്പോ ഇന്നലെ ചായക്ക് 15 രൂപയാണ്. അവരെ കുറ്റം പറയാൻ ഒക്കുന്നില്ല. എല്ലാ ദിവസവും അവിടെ കൂടിയാ. ഇനി ഈ ഇന്ധനങ്ങൾ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ ഈ ഗ്യാസ് മാറ്റി കറണ്ട് ആക്കാമെന്ന് വെച്ചാൽ കറണ്ടിന് അതിനേക്കാൾ വില, സോളാർ ആക്കാമെന്ന് പറഞ്ഞാൽ സോളാർ ബാറ്ററികൾക്ക് അതിനേക്കാൾ വില, ഇനി വിറകിലേക്ക് പോകാമെന്ന് വെച്ചാൽ അത് കിട്ടാനില്ല, മണ്ണെണ്ണയ്ക്ക് 4 രൂപ കൂടി. ഒരു ഊർജത്തിന്റെ 1 രൂപ മാറ്റി വേറൊരു രൂപത്തിലേക്ക് പോകാമെന്ന് വെച്ചാൽ എല്ലായിടവും സ്ഥിതി ഇത് തന്നെ. അതുകൊണ്ട് ഇതൊരു പൊതുവിപത്താണ്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം. ജനങ്ങളോട് കടപ്പാടുണ്ടെങ്കിൽ ഈ സബ്സിഡി കൊടുത്തെങ്കിലും ഇതിനെ നിയന്ത്രിക്കണം. എണ്ണ കമ്പനികളെ, പാചകവാതക കമ്പനികളെ കയറൂരി വിടരുത്. ഇവിടെ ഇപ്പോൾ മറ്റൊരു ചിന്ത കൂടി ആളുകളുടെ മനസ്സിൽ വരും. തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ വർധന വരികയില്ല. അതിപ്പോ ഒറ്റ തെരഞ്ഞെടുപ്പ്, 1 നേഷൻ 1 എലക്ഷൻ എന്ന് പറഞ്ഞ് 2028 തൊട്ട് ഒറ്റ ഇലക്ഷൻ ആണെങ്കിൽ തീർന്നു. പിന്നെ 5 കൊല്ലത്തേക്ക് ഈ രാജ്യത്ത് ഒരിടത്തും തെരഞ്ഞെടുപ്പില്ലാത്തതുകൊണ്ട് എന്നും വർദ്ധിപ്പിക്കാം. അതുകൊണ്ട് ഇപ്പൊ ആളുകളുടെ ആഗ്രഹം ഈ 5 കൊല്ലം എന്നുള്ളത് മാറ്റി വർഷം തോറും തെരഞ്ഞെടുപ്പ് വരണേ എന്നുള്ള പ്രാർത്ഥന വരും. കാരണം അങ്ങനെയെങ്കിലും കുറെ നാൾ കൂട്ടാതിരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണം. കേരള സർക്കാരും അവരുടെ കഴിവിന്റെ പരമാവധി
സഹായിക്കാൻ പറ്റുന്ന സബ്സിഡികളും ഒക്കെ കൊടുത്ത് സാധാരണക്കാരെ സഹായിക്കാൻ തയ്യാറാകണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. അവർക്ക് വേണ്ടി നമ്മൾക്കും പറയുവാനുള്ളത് അത് തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.